പഹൽഗാം ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ചവരെ തിരിച്ചറിഞ്ഞ അന്വേഷണ ഏജൻസികൾ സഹായം നൽകിയ 15 പേരിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ആക്രമണത്തിൽ അന്വേഷണം NIAക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കി. ഭീകരവിരുദ്ധ നടപടിയുമായി സുരക്ഷാ സേന മുന്നോട്ടു പോവുകയാണ്. ഭീകരരെന്ന് സംശയിക്കുന്ന 2 പേരുടെ വീടുകൾ കൂടി സുരക്ഷാ സേന തകർത്തു. അതിനിടെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. രാകേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഈ അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു, ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു എന്ന വിവരങ്ങൾ വരുമ്പോൾ തന്നെയാണ് ഇതിന് സഹായം ചെയ്തവരെ തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു പട്ടിക ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻപില്ലാത്ത വിധം ഈ ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ തകർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഭീകരവിരുദ്ധ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സുരക്ഷാ സേന, ഒപ്പം തന്നെ സൈന്യവും. കാരണം ഈ 8 പേരുടെ വീടുകൾ, അതായത് ഭീകരബന്ധമുള്ള, ലഷ്കർ ബന്ധമുള്ള, ലഷ്കർ കമാൻഡർ തുടങ്ങിയവരുടെയൊക്കെ തന്നെ വീടുകൾ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നത്. 8 പേരുടെ വീടുകളാണ് തകർത്തിരുന്നത്. 2 പേരുടെ വീടുകൾ കൂടി തകർത്തു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. ഈ 2 പേരിൽ ഒന്ന് ജമീൽ അഹമ്മദ് ഷീർ ഗോജ്രി. ഇയാൾ ബന്ദിപ്പോര സ്വദേശിയാണ്. 2016 മുതൽ ഇയാൾ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് സുരക്ഷാ സേന പറയുന്നത്. മറ്റൊന്ന് അമീർ നാസർ വാനിയാണ്. പുൽവാമയിലെ കാശിപ്പോര സ്വദേശിയാണ്. ഇയാൾ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇയാൾ ജെയ്ഷെയുമായി ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വീടുകൾ തകർത്തത് എന്നുകൂടി സുരക്ഷാ സേന ആവർത്തിക്കുന്നു. ഏതായാലും സുരക്ഷാ സേനയുടെ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് പുൽവാമ, ഒപ്പം തന്നെ അനന്ത്നാഗ്, ശ്രീനഗർ തുടങ്ങിയ 3 ജില്ലകളിലാണ് ഏറ്റവും പ്രധാനമായും തെരച്ചിലും ഒപ്പം തന്നെ പരിശോധനയും ഒക്കെ തന്നെ തുടരുന്നത്. അങ്ങനെ ഭീകരവിരുദ്ധ നടപടിയുമായി സുരക്ഷാ സേന മുന്നോട്ട് പോവുകയാണ്. നേരത്തെ തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, പ്രാദേശിക സഹായം ലഭിക്കാതെ എങ്ങനെ ഇത്ര കൃത്യമായൊരു ആസൂത്രണത്തോടുകൂടി ഈ ആക്രമണം നടപ്പാക്കാൻ കഴിയുമെന്ന്. ഏതായാലും സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് 15 പേരുടെ പിന്തുണ ഇത്തരത്തിൽ പ്രാദേശികമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ തന്നെ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഈ 15 അംഗ സംഘത്തിലെ 5 പേർ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് പഹൽഗാമിനും സമീപ പ്രദേശത്തും ഉണ്ടായിരുന്നു. ഇതിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 2 പേരെ കൂടി ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷണവും ഒരു വശത്ത് ഊർജിതമായി തന്നെ നടക്കുകയാണ്. നിലവിൽ NIAക്ക് അന്വേഷണം കൈമാറിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം തന്നെ NIA DGയും IGയും അടക്കമുള്ളവർ ജമ്മു കശ്മീർ പോലീസിനൊപ്പം തന്നെ ബൈസാരൻ വാലിയിൽ എത്തിയിരുന്നു. അവർ അവിടെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഔദ്യോഗികമായി ഇന്ന് കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണ്. FIR അടക്കം NIA രജിസ്റ്റർ ചെയ്യും. സ്വാഭാവികമായും ചോദ്യം ചെയ്യലും മൊഴിയെടുക്കും അടക്കമുള്ള നടപടികളിലേക്ക് കൂടി NIA ഇനി വരും മണിക്കൂറുകൾ കടക്കും. കാരണം ഈ കേസിൽ നിർണായകമായ ചില സാക്ഷിമൊഴികളുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന കുതിര സവാരി നടത്തുന്ന ആളുകൾ, ഒപ്പം തന്നെ അവിടുത്തെ കച്ചവടക്കാർ ഒക്കെ തന്നെ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ തന്നെ മൊഴികളുണ്ട്. ഇത് കൂടാതെ ചില ദൃശ്യങ്ങളടക്കം തന്നെ നേരത്തെ ഈ സഞ്ചാരികളായ പലരും മൊബൈലിൽ പകർത്തിയിരുന്നു. ഈ ആക്രമണത്തിന്റെ വീഡിയോ അടക്കം പകർത്തിയിട്ടുണ്ട്. അത് മലയാളികളുണ്ട്, ഒപ്പം തന്നെ മഹാരാഷ്ട്ര സ്വദേശി അടക്കം ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി NIA പരിശോധിക്കുകയും ചെയ്യും. ഏതായാലും ആ വിജ്ഞാപനം കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു വശത്ത് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു, മറുവശത്ത് ഭീകരവിരുദ്ധ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം അതിർത്തിയിൽ തുടരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഉറി മേഖലയിലെ രാംപൂർ സെക്ടറിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടുള്ളത്. കാരണം ഇന്ത്യ പാക് അതിർത്തി എന്ന് പറയുന്നത് ഏതാണ്ട് 3000 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. അതിൽ തന്നെ LOC എന്ന് പറയുന്നത് 740 കിലോമീറ്റർ ആണ്. പക്ഷേ ഇന്നലെ തുടർച്ചയായി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3 ദിവസമായി പാകിസ്ഥാൻ ഇത്തരത്തിൽ നിയന്ത്രണ രേഖ മറികടന്നുകൊണ്ട് ആക്രമണം നടത്തുന്ന പതിവ് അത് ആവർത്തിക്കുകയാണ്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇന്ത്യയും ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ആർക്കും ഇത്തരത്തിൽ പരിക്കുകൾ, സൈനികരാർക്കും പരിക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആർമി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് സാഹചര്യം നേരിടാൻ സജ്ജമാണ്. അത്തരമൊരു നിർദ്ദേശം സൈന്യത്തിന് നൽകി എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാജേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായതോടെ ആശങ്കയിലാണ് അതിർത്തി മേഖലയിലെ ഗ്രാമവാസികൾ. യുദ്ധം മുന്നിൽ കണ്ട് വീടിന് സമീപത്തെ ബങ്കറുകളൊക്കെ അവർ വൃത്തിയാക്കി തുടങ്ങിയിരിക്കുന്നു.
ഇരുഭാഗത്തും സംഘർഷ സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഏത് സമയത്തും യുദ്ധമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ യുദ്ധക്കെടുതികൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക അതിർത്തി ഗ്രാമങ്ങളിൽ കഴിയുന്നവരാണ്. പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ ഷെല്ലാക്രമണത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള മാർഗം തേടുകയാണ് കശ്മീരിലുള്ള ഗ്രാമവാസികൾ. വീടിന് സമീപത്തുള്ള ബങ്കറുകളാണ് യുദ്ധസമയത്ത് ഗ്രാമവാസികളുടെ അഭയകേന്ദ്രം. ഈ പശ്ചാത്തലത്തിൽ ബങ്കറുകൾ വൃത്തിയാക്കി തുടങ്ങി. ഏറെക്കാലമായി ശാന്തമായിരുന്നു ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തി മേഖല. 2018 മുതൽ ഈ ബങ്കറുകൾ പ്രദേശവാസികൾക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. യുദ്ധസമയത്ത് സാധാരണ ജനങ്ങളെ കടന്നാക്രമിക്കുന്ന രീതി പാകിസ്ഥാന് പലപ്പോഴും ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. बॉर्डर वासियों को देख के हिंदुस्तान के हाथ कहीं बंद ना जाए, उस बात को ध्यान में रखते हम अपने आप को प्रिपेयर कर रहे हैं कि इन फ्यूचर अगर कुछ भी होता है तो ये बंकर हमारा सेफर जोन है. हम लोग इसमें अपने आप को, अपने लोगों को सेफ कर सकते हैं. तो अगर आप लोगों को डरने की जरूरत नहीं है. भारत को आगे बढ़ना चाहिए और भारत को अब आर पार का काम करना चाहिए, क्योंकि कब तक निहत्थे लोगों की मौत देखेंगे, कब तक जवानों की शहादत देखेंगे. बहुत हो गया. अब बस ये आर पार का होना चाहिए और पूरे बॉर्डर वासी अपने हिंदुस्तान के साथ. വീണ്ടും സമാധാനാന്തരീക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരവാദികളുടെ ചിത്രം മൊബൈൽ ക്യാമറയിൽ. മലയാളി വിനോദസഞ്ചാരിയുടെ മൊബൈൽ ക്യാമറയിലാണ് അവിചാരിതമായി, അപ്രതീക്ഷിതമായി ഈ ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിഞ്ഞത്. വെടിവയ്പ്പിന് ഉണ്ടായതിന് ദിവസങ്ങൾക്ക് മുൻപ് പഹൽഗാമിൽ സ്വന്തം മകളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് വെടിവയ്പ് നടത്തിയ ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ ക്യാമറയിൽ പതിഞ്ഞത്. പൂനെയിൽ താമസിക്കുന്ന മലയാളിയായ ശ്രീജിത്ത് കുടുംബത്തോടൊപ്പമാണ് കശ്മീർ താഴ്വര സന്ദർശിക്കുന്നതിനായി 18-ാം തീയതി അവിടെ എത്തിയത്. 18 മുതൽ 4 ദിവസത്തോളമാണ് അദ്ദേഹവും കുടുംബവും അവിടെ ചെലവഴിച്ചത്. 18-ാം തീയതി അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ചില ദൃശ്യങ്ങളാണ് ഈ വെടിവെപ്പിന്റെ നിർണായകമാവുന്നത്. തൻ്റെ കുട്ടി നൃത്തം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ പകർത്തി. പിന്നിലൂടെ കടന്നുപോയ 2 പേർ ഒരുപക്ഷെ ഈ കേസിൽ, ഈ സംഭവങ്ങളിൽ അതിതീവ്രമായ, അതിനിർണായകമായ ചില തെളിവുകളായേക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സംഭവങ്ങൾക്ക് ശേഷം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട തീവ്രവാദികളുടെ ദൃശ്യങ്ങളുമായി ഒത്തുനോക്കുമ്പോഴാണ് താൻ പകർത്തിയ ഈ ദൃശ്യങ്ങളുടെ സാമ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. ഒരാൾ ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ആവും. അപ്പം ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അവളെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് നോർമലായിട്ട് നിന്ന്, വേറെ സസ്പീഷ്യസ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ശ്രീനഗറിൽ 22-ാം തീയതി വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഫയറിംഗ് നടന്നു, ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് കയറി ജമ്മുവിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഏജൻസീസ് പുറത്തുവിട്ട 4 ഭീകരകൾ അല്ലെങ്കിൽ ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ ഇതിൽ 2 പേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് ഞാനും വൈഫും കൂടെ രാത്രിയിൽ ആ വീഡിയോസും ഫോട്ടോസും എല്ലാം സ്കാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് ആ 2 പേരെ കണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ഹെയർ സ്റ്റൈൽ, സ്ട്രക്ചർ എല്ലാം നോക്കുമ്പോഴത്തേക്ക് 100% മാച്ച്. പിന്നെ ഫേസ് ഞങ്ങൾ അത്ര എടുത്തുകൊണ്ട് കണ്ട കാരണം വീഡിയോ കാണുന്ന പോലല്ല, ഡെഫിനറ്റ്ലി ഈ 2 പേര് തന്നെ ആയിരുന്നു. തുടർ പരിശോധനയിൽ തീവ്രവാദികളുമായി സാമ്യമുള്ള ചിത്രങ്ങൾ തന്നെയാണ് താൻ പകർത്തിയതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുന്നു. അതായത് 18-ാം തീയതി ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം 22-ാം തീയതിയാണ് വെടിവെപ്പ് നടക്കുന്നത്. അതിൻ്റെ സാധ്യത ഇങ്ങനെയാണ്. അതായത് ഈ വെടിവെപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീവ്രവാദി സംഘങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അത് ഈ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവായി സൂചനകളും നൽകുന്നുണ്ട്. എന്തായാലും ഈ വിവരങ്ങൾ NIA-യുമായി ശ്രീജിത്ത് പങ്കുവച്ചു കഴിഞ്ഞു. ഒപ്പം ഈ ദൃശ്യങ്ങളും കൂടുതൽ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകളും ഒത്തുചേർന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള തീവ്രവാദികളുടെ ഇത്ര ക്ലോസ് ആയ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നത്. ഈ സംഭവത്തിൻ്റെ അന്വേഷണത്തിൽ അതിനിർണായകമാവുന്ന തെളിവുകളായി ഒരുപക്ഷെ ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങൾ മാറിയേക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ കശ്മീർ സന്ദർശനത്തിൽ അദ്ദേഹം പകർത്തിയ കൂടുതൽ ദൃശ്യങ്ങളിലും ഈ തീവ്രവാദികളുടെ മുഖങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനായി ഈ ദൃശ്യങ്ങളും അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് ഉടൻ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം.